നൂറ്റാണ്ടുകൾക്കു മുമ്പ് നാടുവാഴി പ്രമുഖന്മാരായിരുന്ന കോട്ടയിൽ കർത്താക്കന്മാരുടെ വിവിധ ശാഖകളായ പുത്തൻമഠം, തോലാലിൽ, വള്ളിക്കുന്നം തറവാട്ടുകാരുടെ ഭരദേവതാസ്ഥാനമാണ് ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രസങ്കേതം. പന്നിക്കുഴിക്കോട്ട എന്ന പേരിലാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. MC റോഡിൽ പെരുമ്പാവൂരിനും കാലടിക്കും മധ്യേ വല്ലം ജംഗ്ഷനിൽ നിന്നും കോടനാട് റോഡിനോട് ചേർന്നാണ് ഈ ശാസ്താസങ്കേതം. ഇടതുകാൽ പൊക്കി, വലതുകാൽ മടക്കി, ചമ്രപ്പടിയായുള്ള പ്രത്യേക രീതിയിലാണ് ഇവിടത്തെ ശാസ്താപ്രതിഷ്ഠ. ചെറിയൊരു നാട്ടുരാജ്യത്തിന് സമാനമായ കോട്ടയായിരുന്നു ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നതെന്നു പറയപ്പെടുന്നു. കളരിമൂർത്തികളായ ശാസ്താവും ഭദ്രകാളിയും മാത്രമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ശിവനെയും ഉപദേവതകളായി സ്വീകരിച്ചത് പുനരുദ്ധാരണകാലത്തിന് ശേഷമാണ്. ഊരാൺമ കുടുംബക്കാരുടെ ഭരണശേഷം ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പേ നാട്ടുകാർക്ക് വിട്ടുനൽകിയിരുന്നു കോട്ടയിൽ കർത്താക്കന്മാർ. ചടങ്ങുകൾക്ക് ഭരണസമിതി പ്രസിഡന്റ് ഗോപി വെള്ളിമറ്റം, രഞ്ജിത് കുമാർ തോട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കർപ്പൂരാരതിക്ക് ശേഷം ഗണപതി ഹോമത്തെക്കുറിച്ചും ഹോമമന്ത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പുതുശ്ശേരി മഠം ദിനേശൻ എമ്പ്രാന്തിരി സംസാരിച്ചു. നെല്ല് ഹോമിക്കുന്നത് നെല്ലിന്റെ അകത്തുള്ളതായ ആ അരി പൊട്ടി, ചൂടുകൊണ്ട് പൊട്ടി അത് മലരായി അഗ്നി ഭഗവാൻ കഴിച്ച് അതിൽ നിന്നുള്ളതായ രസം ഭഗവാന് കൊടുക്കും. ഇതാണ് സ്വാഹ എന്ന് ചേർക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളതായ എന്തെങ്കിലും ദുരിതങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് പൊട്ടി അഗ്നിയിൽ നമ്മുടെ മന്ത്രപ്രയോഗങ്ങൾ കൊണ്ട് അത് അഗ്നിയിലേക്ക് പ്രവേശിച്ച് മന്ത്രം പൊട്ടി മലരായി ദഹിച്ച് അതിൻ്റെ അമൃതായ ഭാവങ്ങൾ ഭഗവാനിലേക്ക് നമ്മൾ അതാണ് സ്വാഹ. അഗ്നിഭഗവാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാണ്. അതൊരു എള്ള് ഹോമിക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളിന്റെ അകത്തുള്ളതായ എണ്ണ നമുക്ക് ആദ്യം കാണാൻ പറ്റില്ല. ആ എള്ളിന്റെ അകത്തുള്ളതായ എണ്ണ ചൂടാവുമ്പോൾ എന്റെ അകത്തുള്ളതായ ആ ദുരിതങ്ങള് ഒരു സുഗന്ധി പുഷ്ടിവർദ്ധനം ഉർവാരുകം എന്ന് പറയുന്നതായ ഒരു ഫലമുണ്ട്. ഈ ഫലത്തിന് അതിന് പ്രചരണം നടക്കണമെങ്കിൽ അതിന് പ്രചരണകാലങ്ങൾ നടത്തണമെങ്കിൽ കാറ്റ് വേണം. ഈ കാറ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ളതായ ഒരു കായ പറന്നു പോകുന്നതാണ്. ഈ പറന്നാണ് ഇത് പല പല ആഗ്രഹങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അകത്തുള്ളതായ ദുരിതങ്ങളെല്ലാം എള്ളിൻ്റെ എണ്ണ പോലെ അത് ചൂടായി കത്തി ദഹിച്ച് എൻ്റെ ദുരിതങ്ങളെല്ലാം പോണേ. ഇതാണ് ത്രയംബകത്തിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ വിവിധ മന്ത്രങ്ങളാണ് ഗണപതി ഹോമത്തിൽ നമ്മൾ അർപ്പിക്കുന്നത്. അതിൽ നമ്മൾ മലരുന്നും കതിരിപ്പഴെന്നും നെയ്യെന്നും തേനെന്നും കൽക്കണ്ടെന്നും മുതൽ ഇതൊക്കെ ഔഷധ ഗുണങ്ങളാണ്. ഇതെല്ലാം കൂടി അമൃതിൻ്റെ ഫലമാണ്. ഇത് കത്തി ഈ പ്രകൃതി ശുദ്ധി വരുത്തി അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചിരട്ടയും കൂടി ഹോമിക്കുമ്പോഴത്തേക്കും അത് ശുദ്ധി വരുന്ന ദേവനിൽ അത് അർപ്പിച്ച് ആ പ്രകൃതിയും നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ എല്ലാ സമൂഹങ്ങളിലുള്ളതായ എല്ലാവർക്കും നല്ലത് വരുന്നതാണ്. നമ്മളൊക്കെ എല്ലാവരും പഠിപ്പിച്ചാണ് എന്നെ ഗണതവും കഴിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നെ. മനസ്സിലായില്ലേ? പൗരൻ ന്യൂസ്, പെരുമ്പാവൂർ.